നമസ്കാരം. ഈ കേരളം ഭരിക്കുന്ന CPM അല്ലെങ്കിൽ കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടി, അതിൻ്റെ അപ്പോസ്തലൻ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹമാണ് എല്ലാത്തിനും മുകളിൽ. ഏതായാലും കേരളത്തിൽ ആ പാർട്ടിയുടെ പതനം ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. നേതാക്കൾ അഭിപ്രായ ഭിന്നത പരസ്യമാക്കുന്നില്ലെങ്കിലും പല ജില്ലാ കമ്മിറ്റികളിലും മറ്റും അസ്വാസ്ഥ്യം പുകയുന്നെന്നാണ് കേൾക്കുന്നത്. മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഈ പാർട്ടിയുടെ തട്ടകം കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ഇവർ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈയിടയ്ക്കായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നേതാക്കളുള്ളത് കണ്ണൂരിലായതുകൊണ്ട് തന്നെ കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. കണ്ണൂരിലെ കരുത്തരായ 3 വ്യക്തികളാണ്, അല്ലെങ്കിൽ 4 വ്യക്തികളാണ് ശ്രീ ജയരാജന്മാരും ശ്രീ അപ്പം ഗോവിന്ദൻ. അതിൽ ചിറ്റപ്പൻ ജയരാജന് പാർട്ടിയായിട്ട് ഉടങ്ങിയിരിക്കുകയാണ്. ഇടയ്ക്ക് BJP പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്തായാലും അപ്പം ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇഷ്ടപ്പെടാത്തൊരു നേതാവാണ് നമ്മുടെ ചിറ്റപ്പൻ ജയരാജൻ. പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, നമ്മുടെ ഉൾപാർട്ടി ജനാധിപത്യം, ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് പണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ ഒരു വ്യക്തിയോട്, അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ, എടോ ഗോപാലകൃഷ്ണ, തനിക്കൊന്നും അറിയില്ല ഈ പാർട്ടിയെക്കുറിച്ച് എന്നാ പറഞ്ഞത്. എന്തായാലും നമുക്കൊന്നും അറിയില്ല. ഇവർ പല ക്രിമിനൽ ഇടപാടിനും കൂട്ടിയിരിക്കുന്നുണ്ട്. കോറി കൊട്ടേഷൻ, കോറിയുടെ നടത്തിപ്പ്, അല്ലെങ്കിൽ ഈ സ്വർണം കടത്തുക. അവർ സ്വർണം കടത്തുന്നവർ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ ഓടിച്ചിട്ട് പിടിക്കുക, അല്ലെങ്കിൽ അനധികൃതമായിട്ട് റിസോർട്ടിലൊക്കെ ഷെയർ എടുക്കുക. ഇതൊക്കെ അവരുടെ ധന സമ്പാദന മാർഗങ്ങളാണ്. പലരും കോടീശ്വരന്മാരാണ് നമ്മുടെ ഈ പാർട്ടിയിലെ നേതാക്കൾ. പിണറായിയാണ് ഏറ്റവും വലിയ കോടീശ്വരൻ. ഈ ജയരാജന്മാരും ഒക്കെ കോടീശ്വരന്മാരാണ്. പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ഈ പാർട്ടിയുടെ ഒത്താശയോടെയാണ്. അപ്പോൾ പാരിസ് കഫേയിലെ സ്വാഗതം. ചൂടുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. ഈയിടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ പുറത്തു പോയി എന്ന് അഭിമാനിക്കുന്ന ഇവരുടെയൊക്കെ അനുയായിയാണ് മനു തോമസ്. ഈ ദൈവത്തോർത്ത് ഈ കാണുന്നവർ ക്ഷമിക്കുക. നല്ലൊരു CPM സിദ്ധാന്തങ്ങളല്ലേ, ആശയങ്ങൾ പിന്തുടർന്ന ശ്രീ TPയും ഈ മനു തോമസും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് ദൈവത്തോർത്ത് ക്ഷമിക്കുക. കാരണം ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ, അദ്ദേഹം ഒരു അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ശ്രീ TP എന്ന് പറയുന്നത് അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഈ ജയരാജന്മാരും ഒക്കെ, അല്ലെങ്കിൽ ഈ P ജയരാജൻ, അദ്ദേഹമാണ് കണ്ണൂരിലെ പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത്. അദ്ദേഹം ഈ കോറിയ ഇടപാടുകളെയും മറ്റുമൊക്കെ ഭീഷണിപ്പെടുത്താനായിട്ടും അവരുടെ പടപ്പിരിണി, ഇവരൊന്നും നേരിട്ട് ഇടപെടാറില്ല ഒരു കാര്യത്തിൽ. കാരണം ഇവർ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മൂശമാണ്. അങ്ങനെ നിയോഗിച്ചിരുന്നതിൽ ഒരാളാണ് ഈ മനു തോമസ് എന്ന് തോന്നുന്നു. കാരണം സ്വന്തമായിട്ട് ഇദ്ദേഹത്തിനും തോന്നി, എന്തായിരുന്നാലും ഈ മൂത്ത നേതാവ് 10 ലക്ഷം മേടിക്കുമ്പോൾ എനിക്ക് 1 ലക്ഷമെങ്കിലും ചോദിക്കാമല്ലോ. അങ്ങനെ ഇദ്ദേഹവും ഈ അനധികൃത പണസമ്പാദന മാർഗത്തിലേക്ക് തിരിച്ചു എന്നാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപം. അദ്ദേഹം വ്യവസായികളുമായി ചർച്ച നടത്തി. അദ്ദേഹം പറയുന്നത്, ഞാനൊരു കേക്ക് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ, എനിക്ക് വ്യവസായികളൊന്നും ആയിട്ട് പരിചയമില്ല. പക്ഷേ ഇവർക്കെല്ലാം വ്യവസായമായിട്ട് പരിചയമുണ്ട്. ഈ സ്വർണം മോഷ്ടിക്കുന്ന, അല്ലെങ്കിൽ സ്വർണം ഈ UAE നിന്നും സ്വർണം കടത്തി കേരളത്തിലോട്ട് കൊണ്ടുവരിക, ഇത് കൊണ്ടുപോകുന്നവർ വഴിക്ക് വെച്ച് മുങ്ങിക്കഴിഞ്ഞാൽ അതിനെ അന്വേഷിച്ച് പോകുന്ന ഈ പാർട്ടി പ്രവർത്തകരാണ്. അതിനെയൊക്കെ അകത്തിരുന്ന് ചരട് വലിക്കുന്നത് നമ്മുടെ ഈ TP വധക്കേസിലെ CPMൻ്റെ പൊന്നോമനകളാണ്. അവരാണ് ജയിലിനകത്തിരുന്ന് എല്ലാ സൗകര്യത്തോടും കൂടി 5 സ്റ്റാർ ജയിലാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഫെസിലിറ്റീസാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിരുന്ന് ചരട് വലിക്കുന്ന ഈ TP വധക്കേസിലെ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട ചെറിയ സംഘങ്ങളൊക്കെ ഇവരെ ഭയമുണ്ട്. ഈ TP കേസിൽ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ജയരാജനാണ്, കുറ്റകയൻ ജയരാജൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ആലോചിക്കാതെ കുറേ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ. തോമസ് പറയുന്ന പ്രകാരം ഞാൻ ഈ കേക്ക് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു TP ആവോ നമ്മുടെ ഈ മനു തോമസ് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എന്തായാലും മാഷാ അള്ളാ, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒരു കാറ് വന്നിറങ്ങി, അതിൽ നിന്നും മുസ്ലിം തീവ്രവാദികളെ പോലെ രേഷം ധരിച്ചവർ ഇറങ്ങി വന്ന് മനു തോമസിന് വെട്ടിക്കൊന്ന് 51 അല്ലെങ്കിൽ 60 വെട്ടി കൊല്ലുമെന്ന് ആരും കരുതുന്നില്ല. കാരണം അത്രയ്ക്ക് കടും കൈയിലോട്ട് ഇവർ പോകില്ല, പറയാൻ പറ്റില്ല. ബോംബ് നിർമ്മാണം മറ്റൊക്കെ നടത്തുന്ന ടീംസാണ്. അപ്പോൾ അവർക്ക് തന്നെ ബോംബ് സ്വയം പരീക്ഷിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു വഴി പ്രയോഗിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെങ്ങാനും കൊണ്ടുവച്ചൊരു ബോംബെങ്ങാനും സ്വയം പരീക്ഷിക്കാം, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കുമ്പോൾ നോക്കാം എന്നൊക്കെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിലവിലെ അന്തരീക്ഷത്തിൽ ശ്രീ TPയെ പോലെ ഇദ്ദേഹത്തിനെ കൊല്ലാൻ കഴിയില്ല. TP ഒരു
ബിസിനസ് മാഫിയയോ അല്ലെങ്കിൽ ഒരു വഴിവിട്ട ബന്ധമുള്ള സാമ്പത്തിക ബന്ധമുള്ള ആളല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് നേരെ എതിരായിരുന്നു ഈ പിണറായിയും കൂട്ടരും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കണ്ണിലെ കരടായിരുന്നു, അല്ലെങ്കിൽ ഈ പിണറായിയുടെയും കൂട്ടിലെ കണ്ണിലെ കരടായിരുന്നു ഈ ടി പി എന്ന് പറയുന്നത്. അദ്ദേഹം ആണായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ മനു തോമസ് അങ്ങനെയല്ല. അദ്ദേഹം ഈ സാമ്പത്തിക ഇടപാടിൽ സാമ്പത്തികമായിട്ട് ഇവരുമായിട്ട് വേർപിരിഞ്ഞ് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്താൻ എനിക്കെന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്ന് ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പുറത്തോട്ട് പോയ ഒരാളാണ്. പക്ഷേ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമം ഇദ്ദേഹത്തിനെതിരെ തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു ടി പി ആയില്ലെങ്കിലും ഈ മനു തോമസ് തീർച്ചയായിട്ടും ഒരു രക്തസാക്ഷിയായി മാറും. അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. കാരണം ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പുരയ്ക്കുമീതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നേതാക്കളാണ് പുര. അവർക്ക് മീതെ ഒരാൾ വളരാൻ പാടില്ല. ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഈ ഒരു 4-5 നേതാക്കൾക്ക് മുകളിൽ ആരൊക്കെ വളർന്നിട്ടുണ്ടോ അവരെയൊക്കെ നാറിയ കേസിൽ ഗോപിക്കോട്ട മുറിക്കൽ എന്ന് പറഞ്ഞ് എറണാകുളത്തിലെ ഒരു ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിനെ പെണ്ണ് കേസിൽപ്പെടുത്തിയാണ് ഈ പിണറായിയും കൂട്ടനും പുറത്താക്കിയത്. അങ്ങനെയൊക്കെ ഒരുപാട് വൃത്തികെട്ട കളികളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. എന്തായാലും മനു തോമസ് നിർഭയം മുന്നോട്ട് നടക്കുകയാണ്. കാരണം ആരോ ഒരു ബലവാനായ കക്ഷി കൂടെയുണ്ട്. ഈ പി ജയരാജൻ എന്ന് പറയുന്ന കക്ഷിയും അത്ര മോശമൊന്നുമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടിയത് ശ്രീ ജയരാജനെയാണ്. അത് ജയരാജൻ ആർമി എന്ന് പറയുന്ന ജയരാജന് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന കുറേ ഗുണ്ടാ സെറ്റപ്പിലുള്ള ആൾക്കാർ നിയന്ത്രിക്കുന്നൊരു സംഭവമാണ് ഈ ജയരാജൻ ആർമി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടപ്പുള്ളി എന്തായാലും മനു തോമസ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇതിലെല്ലാം ഈ മനു തോമസും ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് തന്നെ ഇവർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് മനു തോമസിനുണ്ടാവും. അദ്ദേഹം ആ രീതിയിൽ ഇതിനെ കാണാനാണ് സാധ്യത. എന്തായാലും മനു തോമസിന് ദീർഘായുസ് കൊടുക്കട്ടെ. പിന്നെ ദിവസം പ്രതി പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് നീളുന്ന പാർട്ടിയെ അത്ര പ്രതിരോധത്തിലാക്കാനും ഒന്നും ഉടനെ ജയരാജൻ ഇറങ്ങി പുറപ്പെടില്ല. ഒരു ജയരാജൻ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടയ്ക്ക് എറണാകുളത്തൊരു ഏഷ്യാനെറ്റ് കാണിച്ചൊരു ന്യൂസാണ്. അദ്ദേഹം എറണാകുളത്തൊരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയിട്ട് പറയുന്നതിൻ്റെ പഴി എന്ന് പറഞ്ഞാൽ എന്നെയും എൻ്റെ പാർട്ടിയെയും, അതായത് ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് അത് പൊതുസമൂഹം അത് ചൂണ്ടിക്കാണിച്ചാൽ അവരാദ്യം പറയുന്നത് എന്നെയും എൻ്റെ പാർട്ടിയും, ഇയാളില്ലെങ്കിൽ ഈ പാർട്ടി ഇല്ലാന്നൊരു തോന്നലാണ് വരുന്നത്. ഇതേപോലെ പറയും. ഈ ടി പി വധക്കേസിൽ പറഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞത് CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഗുണ്ടകളെ കൊണ്ട് അദ്ദേഹത്തിനെ കൊല്ലിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 30 വരെ ഉത്തരവുണ്ട്. അതുപോലൊരു മാഷാല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചൊരു കാറ് മനു തോമസിൻ്റെ പിന്നാലെ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവഭയം മനു തോമസിന് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം വളരെ വെല്ലുവിളിയോടാണ് ഇതിനെയൊക്കെ നേരിടുന്നത്. ശരിക്കും ആരൊക്കെ മനു തോമസിൻ്റെ പിറകിലുണ്ട് എന്ന സത്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പോൾ എന്തായാലും ദിവസേന പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയി കേരളത്തിൽ പാർട്ടിയിലെ പടലപ്പിണക്കലങ്ങൾ തീർക്കാൻ നിവർത്തിയില്ല. പിന്നെ അല്ലേ ഭരിക്കാൻ കേരളത്തിലെ റോഡുകൾ കുണ്ടും കുഴിയുമാണ്. ന്യൂയോർക്കിലെ റോഡുകളെ പോലെ താരതമ്യം ചെയ്ത് കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്ന റോഡിലൂടെ നടുവൊടിഞ്ഞ് യാത്ര ചെയ്യുന്ന എല്ലാ വോട്ടർമാരും ക്ഷമിക്കുക. നമുക്ക് ഇതിനെക്കാട്ടിയൊക്കെ വലുത് നമ്മുടെ പാർട്ടി പ്രവർത്തനവും നമുക്ക് എന്താ പറയുക സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉന്നമനം എനിക്കും എൻ്റെ മക്കൾക്കും എന്തെങ്കിലും ചെയ്തു വച്ചിട്ട് വേണം കണ്ണടയ്ക്കാനെന്നുള്ള വിചാരമുള്ള രാഷ്ട്രീയ നേതാക്കളും ഭരിക്കുന്ന കേരളത്തിൽ ഇതിലപ്പുറവും നടക്കും. അപ്പോൾ പാരസ് കഫേയിൽ വീണ്ടും കാണാം. ചൂടുള്ള ചായക്കൊപ്പം.